30 വർഷം പഴക്കമുള്ള ഈ ഒരു അലമാരിയെ നമുക്ക് ചെറിയൊരു മേക്ക് ഓവർ നടത്തിയാലോ? ആക്ച്വലി ഇത് എൻ്റെ മമ്മിക്ക് സ്ത്രീധനം കിട്ടിയ മുതലാണ്. അതുകൊണ്ട് തന്നെ മമ്മിക്ക് ഇതിനോട് പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ആണ്. പലരും ഇത് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ട് മമ്മി അതൊന്നും കേൾക്കാതെ ഇപ്പോഴും മമ്മി ഇത് പൊന്നുപോലെയാണ് സൂക്ഷിക്കുന്നത്. തേക്കിന്റെ തടി കൊണ്ടുള്ള അലമാരിയാണെന്നൊക്കെ പറഞ്ഞ് ആ പൈസക്കാണ് ഈ അലമാരി മേടിച്ചത്. പക്ഷെ കടക്കാരൻ നമ്മളെ ചെറുതായിട്ടൊന്ന് പറ്റിച്ചു. അതിപ്പോൾ അല്ലേലും അങ്ങനല്ലേ, നമുക്ക് നമ്മുടെ പേരൻസ് മേടിച്ചു തരുന്നത് അതിപ്പോൾ എത്ര വിലയുള്ളതാണെങ്കിലും വിലയില്ലാത്തതാണെങ്കിലും നമുക്കതിനോട് പ്രത്യേകം ഒരു അറ്റാച്ച്മെന്റ് അല്ലേ. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു മേക്ക് ഓവർ നടത്തണമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു കാര്യത്തിന് മേടിച്ചു വെച്ചിരുന്ന വാൾപേപ്പർ യൂസ് ചെയ്താണ് ഇന്നത്തെ മേക്ക് ഓവർ. ഫസ്റ്റ് ഡോർ സെറ്റാക്കാൻ ഓർത്തു. ഈ വോൾ സ്റ്റിക്കേഴ്സിന്റെ ബാക്കിൽ മെഷർമെന്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനും മെഷർ ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമാണ്. അങ്ങനെ മെഷേഴ്സ്മെന്റ് ഒക്കെ എടുത്ത് കട്ട് ചെയ്താണ് ഞാൻ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചത്. കട്ട് ചെയ്യാനൊക്കെ എളുപ്പമാണെങ്കിലും ഒട്ടിക്കാൻ കുറച്ച് പാടാണ്. ഒരാളും കൂടെ ഹെൽപ്പിനുണ്ടെങ്കിൽ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. പക്ഷെ ഞാനിത് ഒറ്റയ്ക്കാണ് ചെയ്തത്. തടിയുടെ അലമാരി ആയതുകൊണ്ട് ഇതിൽ കുറെ വർക്കുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒത്തിരി വലിയ വർക്കുകളല്ല, എന്നാലും ചെറിയ രീതിക്ക്. അപ്പോൾ അവിടെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. ഫസ്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എവിടെ തുടങ്ങണം, എങ്ങനെ ഒട്ടിക്കണം എന്നൊക്കെ. ആ ടെക്നിക്ക് മനസ്സിലായപ്പോൾ പിന്നീട് വലിയ കുഴപ്പമില്ലാതെ ബാക്കി സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. പക്ഷെ ഈ പരിപാടി നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. സ്റ്റിക്കർ ഒട്ടിക്കാനും വീഡിയോ എടുക്കാനും എല്ലാം കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തോണ്ട് അനിയന്റെ കൈയും കാലും പിടിച്ച് അവനെ വിളിച്ചുകൊണ്ട് വന്നു. ആള് വർക്കിലായിരുന്നെങ്കിലും കുറച്ചു നേരം വന്ന് 2 ഷോട്ടൊക്കെ എടുത്ത് വന്നിട്ട് ആളങ്ങ് പോയി. നമുക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ, ഇറങ്ങി തിരിച്ചു പോയില്ലേ. ആക്ച്വലി പകുതി ആയപ്പോൾ തന്നെ ഞാൻ മടുത്തിരുന്നു. പക്ഷെ നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. 5 മിനിറ്റിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു വർക്ക് എനിക്ക് ചെയ്തെടുക്കാൻ 3 മണിക്കൂർ വേണ്ടി വന്നു. പക്ഷെ റിസൾട്ട് കാണാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ടൈം പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. സത്യത്തിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത ഇതുപോലത്തെ പഴയ സാധനങ്ങളൊക്കെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ ഉപയോഗിച്ച് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിക്ക് ആക്കുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല, പക്ഷെ നമ്മുടെ സ്വന്തം കൈകൊണ്ട് ചെയ്തതിന്റെ സന്തോഷം അതൊന്ന് വേറെ തന്നെയല്ലേ. ഓരോ ഭാഗം ചെയ്തു കഴിഞ്ഞും അലമാരയുടെ ചെറിയ മാറ്റം കാണുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു. നമ്മുടെ അലമാരയുടെ ആ ഒരു നിറം തന്നെയാണ് നമ്മുടെ വാൾപേപ്പറിന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെയ്തതിന്റെ ആ ഒരു മാറ്റം വീഡിയോയിൽ അത്ര കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഡിഫറൻസ് ഉണ്ടാക്കുമെന്നാണ്. അങ്ങനെ നമ്മുടെ മുകൾ ഭാഗത്തെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് താഴെ ഭാഗത്തെ ഡ്രോയറിന്റെ ഏരിയ ഒക്കെ. അവിടെ അത്യാവശ്യം നല്ല ഡാമേജ് ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി ഭാഗം നാളെ കണ്ടിന്യൂ ചെയ്താലോ എന്നുണ്ടായിരുന്നു. ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള വാശി കൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഞാൻ എന്റെ പണി തുടങ്ങി. പണിയെടുക്കാൻ വന്നപ്പോൾ ആയുധം കണ്ടില്ല, കത്രിക എവിടെയോ കൊണ്ടുവച്ചു. അവസാനം അത് തപ്പിയെടുത്ത് വീണ്ടും എന്റെ പണി തുടങ്ങി. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ റെസ്റ്റ് ഒക്കെ. അതുകൊണ്ട് പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ തവണ ഞാൻ ഫസ്റ്റ് തന്നെ മെഷർമെന്റ് എടുത്ത് കുറേ പീസ് കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം എല്ലാം കൂടെ ഒരുമിച്ച് ഒട്ടിച്ചു. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയിൽ അതിൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമ്മുടെ അലമാരിയുടെ ഗ്ലാസ് മുകളിലായിട്ട് കുറച്ച് പൊട്ടിയിരിപ്പുണ്ട്, അവിടെ ഒന്ന് കവർ ചെയ്യണം. ഒരു ചാർട്ട് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ആ ചാർട്ട് പേപ്പറും ആ ഒരു സ്റ്റിക്കേഴ്സും ആ ഒരു ഗ്ലാസ്സിനോട് മാച്ചായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ആ ഒരു ഡോറിൽ ഒന്ന് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കുളിപ്പിച്ച് കുട്ടി ഇല്ലാതാക്കിയോ എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കാരണം നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് അതിനെ നമുക്ക് ഇത്രത്തോളം ഭംഗിയാക്കാൻ പറ്റിയില്ലേ.
അവസാനം വർക്കൊക്കെ കഴിഞ്ഞിട്ട് മമ്മിയെ വിളിച്ച് കാണിച്ചു. മമ്മിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.